പുലർച്ചെ 4 മണിക്കൊരു സിനിമയ്ക്ക് പോയിട്ട് ഷോ തുടങ്ങാൻ 45 മിനിറ്റ് ലേറ്റ്. അങ്ങനെ സിനിമ വന്നു, അലർച്ചവിളികളും വന്നു, തലവേദനയും വന്നു. അങ്ങനെ നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ച കങ്കുവയെക്കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തുടക്കത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കങ്കുവയുടെ ഭാഗത്തോട്ട് വന്നാൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ ട്രൈബൽ ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൂട്ടുന്നതും, എന്നാൽ ഇതിൻ്റെ ഇടയിൽ കങ്കുവയും ആ പയ്യനും തമ്മിലുള്ള സെഗ്മെൻറ്റ്സ് ആണ് എന്തെങ്കിലും ഒരു ഫീൽ എനിക്ക് തന്നത്. പക്ഷേ വളരെ ലൗഡായ എന്നാൽ സൗണ്ടിങ്സ് ഭയങ്കര ഹൈ ആയി കൊടുത്തപ്പോൾ ചില സീൻസിൽ ഡയലോഗ്സ് പോലും മര്യാദക്ക് കേൾക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയിൽ. ക്ലോസിംഗ് സീക്വൻസ് നൈസാണെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ ഒരു സീക്വൽ ചെയ്യാൻ വേണ്ടി ഒരു കാരണം അത്രയേ ഉള്ളൂ. അങ്ങനെ ആകെപ്പാടെ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നത്. കങ്കുവയുടെ കോൺസെപ്റ്റുമായിട്ട് സിമിലർ ആയ കാരണമാണ് 7ാം അറിവിനെ ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഇതിൽ ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഒരു എപ്പിക് 20 മിനിറ്റ് സിനിമയുടെ തീമിനെ പക്കായിട്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പോഴേക്കും ബോധിധർമ്മൻ എന്ന ക്യാരക്ടർ ഡോക്ടർ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ആ സീക്വൻസ് അവസാനിപ്പിക്കുന്നു. പിന്നെ സിനിമയുടെ ഉദ്ദേശം ഡോൺലി എന്ന ആൻറ്റോഗോണിസ്റ്റിനെ വെച്ച് അയാൾ കൊണ്ടുവരുന്ന വൈറസും ഉപയോഗിച്ച് സിനിമയിൽ ഒരു സ്കാരി ആംബിയൻസ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോഴേക്കും ശുഭയ്ക്കോ അരവിന്ദിനോ ഇയാളെ തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ ഇയാൾ സ്ട്രോങ് ആണ്. ഒരു നായകനെ വീക്ക് ലിങ്കാക്കി കാണിച്ചൊരു വില്ലന് സ്കോർ ചെയ്യാൻ സ്പേസ് കൊടുക്കുമ്പോൾ സിനിമ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ഫൈനൽ 15 മിനിറ്റിലാണ് പ്രൊട്ടാഗണിസ്റ്റിന് ടോപ്പ് ചെയ്ത് നിൽക്കാൻ മാത്രമുള്ള മൊമെൻറ്റ് കിട്ടുന്നത്. ഇങ്ങനെ ഓരോ പാർട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്തുള്ള ഒരു സിനിമയാണ് 7ാം അറിവ്. ഇതുപോലത്തെ ഒരു കാര്യം പോലും കങ്കുവയ്ക്ക് നൽകാൻ പറ്റിയിട്ടില്ല. ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ എനിക്ക് ഇതുവരെ ഒരു സംഭവമായിട്ട് തോന്നുന്നൊരു ഡയറക്ടറാണ് ശിവ. പക്ഷേ തമിഴിലെ അത്യാവശ്യം പോപ്പുലർ ആർട്ടിസ്റ്റുകളെ എടുത്ത് അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ചിത്രങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ ഒരു പരിപാടി അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അജിത്തിന് വിവേകം, രജനിക്ക് അണ്ണാത്തെ, ഇപ്പോൾ സൂര്യയ്ക്ക് കങ്കുവയും. സബാഷ്. ഇതിപ്പോൾ ഏതാണ്ട് തെലുങ്കിലെ മെഹർ രമേശിൻ്റെ ഒരു ലെവലിലോട്ട് പോകുന്നുണ്ട്. ജൂനിയർ ഇന്റർന് ശക്തി, വെങ്കടേഷിന് ഷാഡോ. ആൻഡ് ഇദ്ദേഹം ഏറെക്കുറെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുമ്പോൾ ചിരഞ്ജീവിയെ വെച്ച് ബോലാശങ്കർ എന്നൊരു സിനിമ എടുത്തു. ശിവയുടെ വേതാളത്തിൻ്റെ റീമേക്ക്, അതും കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ രണ്ടാളും സെയിം വേവ് ലെങ്ത് ആയിട്ടുണ്ട്. സൂര്യ ഒരു ടൈമിൽ അടുപ്പിച്ച് കുറേ മോശം സിനിമകൾ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ചില സിനിമകളോട് നോ പറയാൻ പറ്റില്ല എന്നുള്ളത് കാരണമാണ് ചിലപ്പോൾ അത്തരം മോശം സിനിമകളിൽ വന്നിരുന്നത് എന്നൊരു റൂമർ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. സോ ഹരിയായിട്ട് ചെയ്യാനുള്ള യാണ് റിജക്റ്റ് ചെയ്യുന്നു. ബാലനായിട്ടുള്ള വണങ്ങിനും ക്രിയേറ്റീവ് ഡിഫറൻസ് കാരണം ഒഴിവാകുന്നു. സുധാകുമാര ചിത്രത്തിൽ നിന്നും പിന്മാറുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ വ്യക്തമായൊരു സെലക്ഷൻ ഉണ്ട്, ആരോടൊക്കെ നോ പറയണം എന്നൊക്കെ അറിയാം. ആ ഒരു ലെവലിലോട്ട് സൂര്യ മാറി എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ പാണ്ഡ്യരാജനേറ്റ് എതിർക്കും തുനിന്തവൻ, ഇപ്പോൾ ശിവയേറ്റ് കങ്കുവ, സൂര്യ റിപ്പോർട്ടറും ജയ്ബീമൊക്കെ ചെയ്ത് ട്രാക്കിലോട്ട് വന്നത് പിന്നെയും ഇപ്പോൾ ഒരു ഡൗൺ ഗ്രേഡിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. അഫ്കോഴ്സ് നല്ല സിനിമ വരാം, മോശം സിനിമ വരാം. പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിൽ സൂര്യ 8 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ 2 മാത്രമേ നല്ലതെന്ന് പറയാനുള്ളൂ. രജനിക്ക് പേട്ട, വിക്രമിന് മഹാൻ, എസ് സൂര്യയ്ക്കും രാഘവ ലോറൻസിനും ജിഗർദണ്ഡ, ഡബിൾ എക്സ്, സിദ്ധാർത്ഥിനും ബോബി സിനിമയ്ക്കും ജിഗർദണ്ഡ. അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആക്ടേഴ്സിനും അവരുടെ മോശം സമയത്ത് ഫാൻ ഫേവറേറ്റായ സിനിമകൾ കൊടുത്ത ഡയറക്ടറാണ് കാർത്തിക് സുബ്രാജ്. സോ സൂര്യയ്ക്ക് ഒരു കംബാക്കിന് കിട്ടണമെങ്കിൽ അത് ഇവിടെ നിന്നാവണം. പേഴ്സണലി കുറച്ചെങ്കിലും ഹോപ്പുള്ളൊരു സിനിമയാണ് ഇത്. കങ്കുവയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.